Hello everyone. So, in the SUU, Srinaran Guru Open University, BA English Language and Literature in the course in the 4th similar ancillary course news reporting and editing in the subject block 3 item specialized reporting in the block in the unit 4 item social media as a source of stories, citizen journalism in the unit. This unit in the videos we post it in the unit citizen journalism. Citizen journalism in the discuss it. That's detailed unit. Okay, so citizen journalism ordinary citizens reporters act in citizen journalism social media citizen journalism so WhatsApp 2020 use social media 530 million users WhatsApp YouTube Facebook second and third position Instagram X Twitter X so trending social media platforms okay, social media users passive listeners ആയിട്ട് മാത്രമല്ല ഉള്ളത് അവർ active participants ആയിട്ട് കൂടെ ആക്ട് ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത് okay users news producers ആയിട്ട് മാറുന്നു എന്നുള്ളതാണ് ഈ ഒരു സിറ്റിസൺ ജേർണലിസത്തിൽ വരുന്നത് ഇപ്പോൾ ഒരു പക്ഷിയെ നിരീക്ഷിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പക്ഷിയെ കാണുകയാണ് ഒരു പ്രത്യേക തരം പക്ഷിയെ കാണുകയാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഫോട്ടോയോ വീഡിയോയോ എടുത്ത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്നു അതിന്റെ പ്രത്യേകതകളൊക്കെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് എന്തായി മാറി ഒരു ന്യൂസ് ആയി മാറി okay so ആ രീതിയിൽ വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ സിറ്റിസൺ ജേർണലിസം എന്ന് പറയാ so ഇവിടെ സോഷ്യലൈസിംഗ് ആൻഡ് ക്രിയേറ്റിംഗ് ന്യൂസ് ആണ് ജനങ്ങൾ ചെയ്യുന്നത് അങ്ങനെ അവർ ആരായി മാറുന്നു ഒരു ലിറ്റിൽ റിപ്പോർട്ടർ ആയിട്ട് മാറുന്നു എന്നുള്ളതാണ് പറയുന്നത് so ഈ ലിറ്റിൽ റിപ്പോർട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറിജിനലി ഒരു ജേർണലിസ്റ്റ് അല്ല ജേർണലിസമോ അതിന്റെ കാര്യങ്ങളൊന്നും പഠിച്ചിട്ടുള്ള ഒരു പ്രൊഫഷണൽ ജേർണലിസ്റ്റ് അല്ല പക്ഷേ നമ്മളുടെ ചുറ്റുമുള്ള കാര്യങ്ങളെ ഇവന്റുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു റിപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റുന്നു എന്നുള്ളതാണ് സിറ്റിസൺ ജേർണലിസത്തിന്റെ പ്രത്യേകത so ഇവിടെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്ത് നമ്മളുടെ തോട്ട്സ് നമ്മൾ ഷെയർ ചെയ്യുന്നു വീഡിയോസ് ഷെയർ ചെയ്യുന്നു ഫോട്ടോസ് ഷെയർ ചെയ്യുന്നു നമ്മളതൊക്കെ പോസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു സിറ്റിസൺ ജേർണലിസം ചെയ്യുക അതുകൊണ്ട് തന്നെ ഇതിനെ പാർട്ടിസിപ്പേറ്ററി ജേർണലിസം എന്നും കൊളാബറേറ്റീവ് ജേർണലിസം എന്നും പറയാറുണ്ട് ഇതിനെ തന്നെ മറ്റു രണ്ട് പേരുകളാണ് പാർട്ടിസിപ്പേറ്ററി ജേർണലിസം ആൻഡ് കൊളാബറേറ്റീവ് ജേർണലിസം എന്ന് പറയുന്നത് ഓക്കെ ഈ സിറ്റിസൺ ജേർണലിസത്തിലൂടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന കണ്ടന്റിനെ നമ്മൾ പറയാറുള്ളത് യൂസർ ജനറേറ്റഡ് കണ്ടന്റ് എന്നാണ് കാരണം സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാർ ജനറേറ്റ് ചെയ്യുന്ന കണ്ടന്റ് എന്നുള്ളത് കൊണ്ട് യൂസർ ജനറേറ്റഡ് കണ്ടന്റ് എന്നാണ് പറയാറുള്ളത് ഈ ഒരു ടെർമിനോളജി സിറ്റിസൺ ജേർണലിസം എന്നുള്ള ടെർമിനോളജി ആദ്യം വരുന്നത് കൊറിയയിലാണ് ഒരു ഓൺട്രപ്രണർ ആണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് യോൺ ഹോ എന്ന് പറയുന്ന ഒരു പേഴ്സൺ ആണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എവറി സിറ്റിസൺ ആസ് എ റിപ്പോർട്ടർ എന്നുള്ളതാണ് ഓക്കെ ഓരോ സിറ്റിസണും ആരാവാം റിപ്പോർട്ടർ ആവാം അവരുടെ ചുറ്റുള്ള കാര്യങ്ങളെ അവർക്ക് ആ രീതിയിൽ പ്രസന്റ് ചെയ്യാം എന്നുള്ളതാണ് അവരൊരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഓ മൈ ന്യൂസ് എന്ന് പറയുന്ന വെബ്സൈറ്റ് ആയിരുന്നു അത് സോ അവിടെ വോളണ്ടിയേഴ്സിനെ എല്ലാം അവർ ഇൻവൈറ്റ് ചെയ്യാണ് ചെയ്തത് കണ്ടന്റ് ജനറേറ്റ് ചെയ്യാനായി വേണ്ടിയിട്ട് സോ ആക്ടിവിസ്റ്റുകളോ എന്തെങ്കിലും ഒപ്പീനിയൻസ് ഒക്കെ പറയാനുള്ള പീപ്പിൾസോ ഒക്കെ സോഷ്യൽ ചേഞ്ചിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട് സിറ്റിസൺ ജേർണലിസം ചെയ്യാറുണ്ട് നമ്മളുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ന്യൂസ് പേപ്പേഴ്സിലൊക്കെ പൊതുവേ സോഷ്യൽ മീഡിയയിൽ നിന്നും കിട്ടുന്ന ന്യൂസുകളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോളം വരെ പ്രൊവൈഡ് ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് ഹൈലി യൂസ്ഡ് ആയിട്ടുള്ള കുറച്ച് സോഷ്യൽ മീഡിയാസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ജിമെയിൽ ഫേസ്ബുക്ക് യൂട്യൂബ് വാട്സ്ആപ്പ് ടെലിഗ്രാം ഇൻസ്റ്റഗ്രാം ഒക്കെ എപ്പോഴാണ് ലോഞ്ച് ചെയ്തത് ആരാണ് അത് ഫൗണ്ട് ചെയ്തത് എന്നുള്ളത് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് ജിമെയിൽ എന്ന് പറയുന്നത് 2004 വന്നിട്ടുണ്ടായിരുന്നത് പോൾ ബഷീറ്റ് എന്ന് പറയുന്ന പേഴ്സൺ ആയിരുന്നു അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ദെൻ ഫേസ്ബുക്ക് 2004 ഫേസ്ബുക്കും ഇമെയിലും രണ്ടും ഒരേ സമയത്താണ് വരുന്നത് ഫേസ്ബുക്ക് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ മാർക്ക് സക്കർബർഗ് ആൻഡ് വേറൊരു 4 പേഴ്സൺസും കൂടെയാണ് അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ദെൻ യൂട്യൂബ് വരുന്നത് 2005 ജാവേദ് കരീം സ്റ്റീവ് ഷൻ ചാഡ് ഹർലി എന്ന് പറയുന്ന 3 പേഴ്സൺസ് ആയിരുന്നു യൂട്യൂബ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ദെൻ വാട്സ്ആപ്പ് 2009 വരുന്നത് ബ്രയാൻ ആക്ടനും ജാൻ കോം എന്ന് പറയുന്ന പേഴ്സണാണ് അത് കൊണ്ടുവന്നത് ടെലിഗ്രാം 2013 വരുന്നത് നിക്കോളെ ഡുറോവും പാവൽ ഡുറോവും കൂടിയിട്ടാണ് അത് കൊണ്ടുവരുന്നത് ഇൻസ്റ്റഗ്രാം വന്നത് 2010 കെവിനാണ് അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് സോ ഈ രീതിയിലുള്ള സോഷ്യൽ മീഡിയാസ് എല്ലാം കൂടുതലായിട്ടും എന്ത് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സിറ്റിസൺ ജേർണലിസം കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇനി എന്താണ് സിറ്റിസൺ ജേർണലിസത്തിൻ്റെ സോഷ്യൽ ഇമ്പാക്റ്റ് എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത് യൂസർ ജനറേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകളാണെന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ അറ്റൻഷൻ ഏറ്റവും കൂടുതലായിട്ട് പെട്ടെന്ന് പിക്ക് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ് നമ്മളുടെ 2018 പാലക്കാട് നടന്നിട്ടുണ്ടായിരുന്ന കേരളത്തിലെ പാലക്കാട് നടന്നിട്ടുണ്ടായിരുന്ന മധു എന്ന് പറയുന്ന ഒരു ആദിവാസി യുവാവിൻ്റെ ഇൻസിഡൻറ്റ് നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു ട്രൈബൽ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു മധു എന്ന് പറയുന്ന പേഴ്സണെ ഫുഡ് സ്റ്റീൽ ചെയ്തു അതായത് ഭക്ഷണം മോഷ്ടിച്ചു എന്നുള്ള പേരിൽ കിട്ടിയിട്ട് മർദ്ദിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ആ ഒരു ബ്രൂട്ടൽ ഇൻസിഡൻറ്റ് ആ ഒരു സ്പേസിൽ നിന്നും സെൽഫി എടുത്ത് പോസ്റ്റ് ചെയ്ത ആ ഒരു കാര്യത്തിൽ നിന്നാണ് ഈ ഒരു ഇൻസിഡൻറ്റിന് ഇത്ര അധികം
ജനശ്രദ്ധ കിട്ടുന്നത്. ഓക്കെ, പിന്നീട് അത് ബാക്കിയുള്ള മെയിൻ സ്ട്രീം മീഡിയയിലേക്ക് ആ ഒരു ന്യൂസ് സ്റ്റോറി ആയിട്ട് വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് ഇവിടെ എക്സാമ്പിളായിട്ട് പറയുന്നത്. സോ ഇതേ രീതിയിൽ സിറ്റിസൺ ജേർണലിസത്തിലൂടെ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തുന്ന ന്യൂസുകൾ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അതേസമയം തന്നെ ഫേക്ക് ന്യൂസിനുള്ള സാധ്യതകളും എവിടെയുണ്ട്, ഈ സിറ്റിസൺ ജേർണലിസത്തിലുണ്ട്. അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ദെൻ വൈഡ് വെറൈറ്റി ഓഫ് കണ്ടന്റ് ആണ് നമ്മളുടെ സോഷ്യൽ ജേർണലിസത്തിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസിലൂടെ വരുന്ന സിറ്റിസൺ ജേർണലിസത്തിലൂടെ വരുന്നത്. കുറേയധികം ഗ്രൂപ്പും കമ്മ്യൂണിറ്റികളും എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ വില്ലേജസിൽ നിന്നും റിമോട്ട് ആയിട്ടുള്ള ഏരിയാസിൽ നിന്നുമൊക്കെയുള്ള സ്റ്റോറീസ് മെയിൻ സ്ട്രീം മീഡിയയിലേക്ക് കിട്ടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. തൗസൻഡ്സ് ഓഫ് യൂട്യൂബ് ചാനൽസ് ആണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ വൈഡ് റേഞ്ച് ഓഫ് ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ലിറ്ററേച്ചർ, സിനിമ, ട്രാവൽ, ഫുഡ്, ആർട്ട്, ബുക്സ്, കോമഡി, സയൻസ്, പൊളിറ്റിക്കൽ ന്യൂസ്, അങ്ങനെയുള്ള എല്ലാ ടൈപ്പ് ഓഫ് കണ്ടന്റുകളും നമുക്ക് എവിടെ അവൈലബിൾ ആണ്, യൂട്യൂബിൽ അവൈലബിൾ ആണ്. അത്രയും റിമോട്ട് ഏരിയാസിലുള്ള ന്യൂസുകൾ പോലും ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സോഷ്യൽ മീഡിയാസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ന്യൂസിൻ്റെ പേഴ്സ്പെക്റ്റീവ് ആണ് നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത്. അതായത് ഓരോ ഇൻഡിവിജ്വൽസും സോഷ്യൽ മീഡിയാസിൽ ഷെയർ ചെയ്യുന്നത് അവരുടെ വ്യൂ പോയിന്റ് ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ പേഴ്സ്പെക്റ്റീവിൽ നിന്നായിരിക്കും ആ ഒരു ഇൻസിഡൻറ്റിനെ അല്ലെങ്കിൽ ആ ഒരു ഇവൻറ്റിനെ അവർ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കുക. ട്വിറ്റർ അതുപോലുള്ള കാര്യത്തിലൊക്കെ വരുന്ന പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള റിയാക്ഷൻസ് ആണ് അവർ വരിക. പീപ്പിൾ റീട്വീറ്റ് ചെയ്യും, അവരുടെ ഒപ്പീനിയൻസ് ഷെയർ ചെയ്യും. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഒരു ബ്രോഡർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഇവൻറ്റ്സ് മനസ്സിലാക്കാൻ പബ്ലിക്കിന് സാധിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. പബ്ലിക് ഡിസ്ക്ലോഷർ ഉണ്ടാവുന്നു ഓരോ കാര്യങ്ങളുടെയും. ജനറലി പല കാര്യങ്ങളെക്കുറിച്ചും അവർക്ക് ധാരണകൾ ഉണ്ടാവുന്നു എന്നാണ് പറയുന്നത്. റിഹാന എന്ന് പറയുന്ന പേഴ്സൺ ട്വീറ്റ് ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റിൽ നിന്നാണ് ഫാർമേഴ്സിൻ്റെ #ഫാർമേഴ്സ് പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു റിയാനയുടെ ട്വീറ്റിന് 209,000 പീപ്പിളാണ് റീട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതിൽ നിന്നാണ് നമുക്ക് കുറേയധികം പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സും കുറേയധികം ജനശ്രദ്ധയും കിട്ടാനുള്ള കാരണം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് ഡൈവേഴ്സിറ്റി ഓഫ് ന്യൂസ് എന്ന് പറയുന്നത്. അതായത് വളരെ വൈഡ് വെറൈറ്റി ആയിട്ടുള്ള ന്യൂസുകളാണ് നമ്മൾക്ക് ഇതിലൂടെ കിട്ടുക. നമ്മളുടെ സറൗണ്ടിങ്സും ജോഗ്രഫി, കൾച്ചേഴ്സ്, ലാംഗ്വേജസ്, ഏജ് ഗ്രൂപ്പ്, പേഴ്സ്പെക്റ്റീവ്സ് ഒക്കെ അടങ്ങുന്ന ഡൈവേഴ്സ്ഡ് ആയിട്ടുള്ള ഒരു ന്യൂസാണ് നമുക്ക് ഇതിലൂടെ കിട്ടുന്നുണ്ടായിരിക്കുക. ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ന്യൂസുകൾ, നോവൽ എക്സ്പീരിയൻസസ്, അതായത് പുതിയ ന്യൂ എക്സ്പീരിയൻസസ് ഒക്കെ നമുക്ക് കിട്ടാനായിട്ട് ഈ ഒരു സിറ്റിസൺ ജേർണലിസം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ആണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് തന്നെ ക്വിക്ക് ഫീഡ്ബാക്കിനുള്ള പോസിബിലിറ്റീസ് അവിടെ ഉണ്ട്. നമ്മളൊരു കണ്ടന്റ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വേരിയസ് റിയാക്ഷൻസ് ആണ് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം, ഷെയർ ചെയ്യാം, ദെൻ ഒരു കോട്ട് ചെയ്യാം അതിൻ്റെ കാര്യങ്ങൾ. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്നിരിക്കുന്ന പോലെ നോട്ടുകൾ ഇടാം. സോ പല തരത്തിലുള്ള ഫീഡ്ബാക്കുകളാണ് നമുക്ക് ഇതിലൂടെ കിട്ടുന്നത്. അതുപോലെ തന്നെ ഇത് വേരിയസ് പ്ലാറ്റ്ഫോംസിൽ നമുക്ക് ഷെയർ ചെയ്യാം. വാട്സാപ്പ്, ടെലിഗ്രാം പോലുള്ള വേരിയസ് പ്ലാറ്റ്ഫോംസിൽ നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് പറ്റും. TV ചാനൽസ് പോലും, ടെലിവിഷൻ ചാനൽസ്, ന്യൂസ് ചാനൽസ് പോലും പലപ്പോഴും എവിഡൻസ് ആയിട്ട് കാണിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഓക്കെ, സോ ഫീഡ്ബാക്ക് ഭയങ്കര എളുപ്പത്തിൽ കിട്ടാവുന്ന ഒരു മീഡിയ ആണ് ഈ ഒരു സിറ്റിസൺ ജേർണലിസം എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ആണ് ഇതിന് ഡിഫറെൻറ്റ് ഫോംസ് ഉണ്ട് എന്ന് പറയുന്നത്. വേരിയസ് ജോണേഴ്സിൽ അല്ലെങ്കിൽ വേരിയസ് ഫോംസിലാണ് ഇത് വർക്ക് ചെയ്യുക. ബ്ലോഗ്സ് ഒക്കെ ആയിട്ട് ഇത് വർക്ക് ചെയ്യാറുണ്ട്. ബ്ലോഗ്സ് എന്ന് പറയുന്നത് ഒരു വെബ് പ്ലാറ്റ്ഫോമാണ്. ഇൻഡിവിജ്വൽസിന് അവരുടെ എക്സ്പീരിയൻസും ക്രിയേഷൻസും ഒക്കെ ഷെയർ ചെയ്യാൻ സാധിക്കുന്ന ഒരു മെത്തേഡാണ് ബ്ലോഗ്സ് എന്ന് പറയുന്നത്. സോ ആ രീതിയിൽ ഡിഫറെൻറ്റ് ഫോമിൽ നമുക്ക് സിറ്റിസൺ ജേർണലിസം വരാറുണ്ട്. ദെൻ നെക്സ്റ്റ് ആണ് ഗേറ്റ് കീപ്പിംഗ് എന്ന് പറയുന്ന ഒരു പോയിന്റ്. സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള കേർട്ട് സെഡക് ലെവിൻ എന്ന് പറയുന്ന പേഴ്സണാണ് ഈ ഒരു ഗേറ്റ് കീപ്പിംഗ് തിയറി കൊണ്ടുവരുന്നത്. ഗേറ്റ് കീപ്പേഴ്സ് എന്ന് പറയുന്നവരാണ് എന്ത് ഡിസൈഡ് ചെയ്യുക, ഏതൊക്കെ കണ്ടന്റ് പബ്ലിഷ് ചെയ്യണം, ഏതൊക്കെ കണ്ടന്റ് പബ്ലിഷ് ചെയ്യരുത് എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ട്രഡീഷണൽ മീഡിയ ആണ്, ന്യൂസ് പേപ്പേഴ്സ് പോലുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ എഡിറ്റേഴ്സാണ് എന്ത് ഡിസൈഡ് ചെയ്യാം, എന്തൊക്കെയാണ് പബ്ലിഷ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ബ്രോഡ്കാസ്റ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടാത്തത് എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. അവരാണ് ഗേറ്റ് കീപ്പേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുക. പക്ഷേ സിറ്റിസൺ ജേർണലിസത്തിൽ എന്തില്ല, ഈ ഒരു ഗേറ്റ് കീപ്പിംഗ് പ്രോസസ്സ് എന്നുള്ളത് ഭയങ്കര കുറവാണ്. കാരണം ജനങ്ങൾക്ക് ഫ്രീഡം ഓഫ് സ്പീക്ക് ഉണ്ട്. സോ ഫ്രീഡം ടു സ്പീക്ക് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ അവർക്ക് പറയാനുള്ളത് അവർക്ക് പറയാം എന്നുള്ള രീതിക്കായിരിക്കും വരുന്നുണ്ടായിരിക്കുക. എവറി സിറ്റിസണിന് റൈറ്റ് ടു ഫ്രീ സ്പീച്ച് ഉള്ളത് കൊണ്ട് തന്നെ അവർക്കത് പറയാവുന്നതാണ്. പക്ഷേ ഹെയ്റ്റ് സ്പീച്ച് കുറയ്ക്കണം എന്നുള്ളതും ഇതിൽ വരുന്ന ഒരു കാര്യം തന്നെയാണ്. ഗേറ്റ് കീപ്പിംഗ് ചില സമയത്തൊക്കെ നെസസറി ആയിട്ട് വരാറുണ്ട്. കാരണം മിസ്ഇൻഫർമേഷനോ അല്ലെങ്കിൽ ഹെയ്റ്റ് സ്പീച്ചോ ഒക്കെയാണ് അവർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നെഗറ്റീവായിട്ട് അത് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പക്ഷേ അറ്റ് എ ടൈം തന്നെ എന്തുകൂടെ നോക്കണം, അവർക്ക് സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാനുള്ള ഒരു സ്പേസ് ഉണ്ടോ എന്നുള്ളതും കൂടെ നമ്മൾ എൻഷർ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. ദെൻ വേറൊരു കാര്യം സിറ്റിസൺ ജേർണലിസത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ട് വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഫേക്ക് ന്യൂസുകളാണ്. നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് എന്താണ് ഫേക്ക് ന്യൂസ് എന്നുള്ളത്. അതേ കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇൻ്റർനെറ്റും സോഷ്യൽ മീഡിയയും ഒക്കെ വന്നതോട് കൂടിയിട്ട് ഫേക്ക് ന്യൂസിൻ്റെ ക്രിയേഷനും സ്പ്രെഡിങ്ങും വളരെയധികം കൂടിയിട്ടുണ്ട്. ആൽക്കോട്ട് ആൻഡ് ജെൻസ്കോ എന്ന് പറയുന്ന 2017 അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അനുസരിച്ച് ഫേക്ക് ന്യൂസ് എന്ന് പറയുന്നത് ഇൻറ്റൻഷനലി അല്ലെങ്കിൽ വെരിഫയബിളി ഫോൾസ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ആണ് ദാറ്റ് കുഡ് മിസ്ലീഡ് റീഡേഴ്സ്.
ഓക്കെ, വായിക്കുന്നവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഇൻറ്റൻഷനലിയോ വേണമെന്ന് വെച്ച് ക്രിയേറ്റ് ചെയ്യുന്ന വെരിഫയബിളി ഫോൾസ് ആയിട്ടുള്ള, നമ്മളത് വെരിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ന്യൂസുകളെയാണ് ഫേക്ക് ന്യൂസുകൾ എന്നുള്ളത് പറയുന്നത്. ഇത് ഫാബ്രിക്കേറ്റഡ് കണ്ടന്റുകളാണ്. ഇത് ഫിനാൻഷ്യൽ ബെനിഫിറ്റിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നതാവാം, ഐഡിയോളജിക്കൽ റീസൺസ് കൊണ്ടാവാം, അല്ലെങ്കിൽ പേഴ്സണൽ റീസൺസിന് റിവെഞ്ചിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നതാവാം. സോ എന്തൊക്കെയാണ് എന്നുണ്ടെങ്കിലും ഫേക്ക് ന്യൂസുകൾ അൺഎത്തിക്കലാണ്, സൊസൈറ്റിക്ക് ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഫേക്ക് ന്യൂസ് ഡിറ്റക്ഷൻ ടൂൾസ് നമുക്ക് അവൈലബിൾ ആണ്, ഏതാണ് ട്രൂ ന്യൂസ് ഏതാണ് ഫേക്ക് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ ഫേക്ക് ന്യൂസുകൾ ഫോട്ടോ മാനിപ്പുലേഷൻസിലൂടെ വരാറുണ്ട്. ജസ്റ്റ് ന്യൂസ് കണ്ടന്റ് ഇത് വിടുക എന്നുള്ളത് മാത്രമല്ല, ഫോട്ടോ മാനിപ്പുലേഷൻസ് വരാം, കണ്ടന്റ് ഓൾട്ടറേഷൻസ് വരാം, പല രീതിയിലാണ് അത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇപ്പോൾ ഫേക്ക് ന്യൂസിൻ്റെ ക്രിയേഷൻ വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഡിറ്റക്ഷൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ ഹൈ ആയിരിക്കും എന്നുള്ളതാണ് ഒരു കാര്യം. സോ ഈ ഫേക്ക് ന്യൂസുകൾ എന്ന് പറയുന്നത് സിറ്റിസൺ ജേർണലിസത്തിൽ വരുന്ന ഒരു ത്രെട്ടായിട്ട് വരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ ഇത്രയാണ് സിറ്റിസൺ ജേർണലിസത്തിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. സോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. സോ സീ യു ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. മഹാലോ.